ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്ര രണ്ടും കൽപ്പിച്ചാണ്. അങ്ങനെ ആർക്കും ഒന്നും തട്ടിയെടുക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു ഇതിൽ, ആരെയും സമ്മതിക്കില്ല എന്നുള്ളൊരിതിൽ അങ്ങനെ നമ്മുടെ സുമിത്ര രണ്ടും കൽപ്പിച്ച് വക്കീലിനെ കാണാനായിട്ട് ചെല്ലുന്നു. വക്കീലിനെ കാണാൻ ചെന്ന് അയാളാണെങ്കിൽ കുറേ കൺവിൻസിങ് ഒക്കെ ആയിട്ട് സംസാരിച്ചു. പക്ഷെ അതൊന്നും സുമിത്രയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. സുമിത്ര എന്നിട്ട് അയാളോട് പറഞ്ഞു, വക്കീലേ, അങ്ങനെ എല്ലാവരെയും പൊട്ടന്മാരാക്കുന്നത് പോലെ എന്നെ പൊട്ടിയാക്കാൻ നോക്കരുതെന്ന്. രോഹിത്തിൻ്റെ സ്വത്തുക്കൾ രോഹിത്ത് രഞ്ജിതയ്ക്ക് എഴുതി വെച്ചു എന്ന് വക്കീൽ പറയുന്നത് വിശ്വസിക്കാൻ മാത്രം വെറും മണ്ടിയല്ല ഞാൻ എന്നുള്ള കാര്യം നമ്മുടെ സുമിത്ര ഇങ്ങനെ പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇയാളും ഒന്ന് ഞെട്ടി കേട്ടോ. അപ്പോൾ സുമിത്രയുടെ അടുത്ത് ഇയാളുടെ ഉടായ്പൊന്നും നടക്കില്ലെന്നുള്ള കാര്യം അയാൾക്ക് നേരത്തെ അറിയാം. എങ്കിൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അയാൾ നോക്കി. പക്ഷേ നടന്നില്ല. സുമിത്ര പറഞ്ഞ വാക്കുകളിൽ അല്ലെങ്കിൽ സുമിത്രയുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാനാകാതെ ഇങ്ങനെ ആകെ പകച്ച് പതറി ഇങ്ങനെ ഇരിക്കുന്ന ആശാൻ. ഈ സമയത്ത് നമ്മുടെ സുമിത്ര വക്കീലിനോട് പറഞ്ഞു, എനിക്ക് ഇതിനെല്ലാമുള്ള തെളിവുകൾ വേണം. അതുമാത്രമല്ല, ഇതിലെന്തെങ്കിലും ചതിയോ വഞ്ചനയോ വക്കീൽ ഇടപെട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വക്കീൽ മറുപടി തന്നേ പറ്റൂ, അല്ലെങ്കിൽ വലിയ വില കൊടുത്തേ പറ്റൂ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുമിത്ര ഇങ്ങനെ ഇറങ്ങുക. അപ്പോൾ ദീപു ഇങ്ങനെ അടുത്ത് നിൽപ്പുണ്ട്. ദീപു ആണെങ്കിലും ചേച്ചിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ആകെ വല്ലാതെയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ടും നമ്മുടെ സുമിത്ര പറഞ്ഞത്, വക്കീലെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നു പോകണ്ട എന്നാണ്. പറഞ്ഞ കാര്യങ്ങളും അല്ലെങ്കിൽ വക്കീൽ ഇപ്പോൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വ്യക്തതയുണ്ടാവണം. ഇനിയും ഞാൻ വന്ന് ചോദിക്കുമ്പോൾ ഇതേ ഉത്തരങ്ങൾ തന്നെ എനിക്ക് തരാൻ മാക്സിമം ശ്രമിക്കണം കേട്ടോ എന്നും പറഞ്ഞു. ഇതും കൂടെയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വക്കീൽ ആകെ വകളി പിടിച്ചെങ്ങനെ ഇരിക്കുക. പറഞ്ഞിട്ട് സുമിത്ര അങ്ങ് ഇറങ്ങിപ്പോയി. സുമിത്ര അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയെ വേഗം തന്നെ ഫോൺ എടുത്ത് പുള്ളിക്കാരൻ വിളിച്ചു. സുമിത്ര ഇങ്ങനെ വന്നിരുന്നു, ഇന്ന പോലെയൊക്കെയാണ് പറഞ്ഞതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, നിങ്ങൾ എന്തെങ്കിലും സൂചന കൊടുത്തോ സുമിത്രയ്ക്കെന്ന് ചോദിച്ചു. സൂചന കൊടുക്കാൻ പോയിട്ട് ഒന്നും മിണ്ടാൻ പോലും സുമിത്ര തന്നെ അനുവദിച്ചില്ലെന്നുള്ള കാര്യവും ഇയാൾ പറയുക. അങ്ങനെ അത് പറഞ്ഞപ്പോഴേക്കും രഞ്ജിതയ്ക്ക് ശരിക്കും പേടിയായി. അപ്പോൾ രഞ്ജിത പറഞ്ഞു, അവളല്ല, അവളുടെ അപ്പുറത്തിരിക്കുന്നവൾ വന്നാലും തൻ്റെ അടുത്ത് ഉടായിപ്പൊന്നും നടക്കില്ലെന്ന്. അന്നേരം രഞ്ജിതയോട് ഈ വക്കീൽ പറഞ്ഞു, അത് രഞ്ജിതയുടെ വെറും വിശ്വാസമാണ്, സുമിത്രയെക്കുറിച്ച് ഒന്നും അറിയാത്തത് കൊണ്ടാണ് എന്ന്. സുമിത്രയെക്കുറിച്ച് അറിയാവുന്നവരാരും ഈ രീതിയിൽ പറയില്ല എന്നും. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി ഭയങ്കരമായിട്ട് അങ്ങ് കയറി റേസായി. രഞ്ജിത എന്നോട് ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതൊന്നുമല്ല, സത്യമാണ് ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞ് സുമിത്ര ആരാണെന്നും സുമിത്രയുടെ ലക്ഷ്യം എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങളിങ്ങനെ ഈ വക്കീൽ പറഞ്ഞു കേട്ടോ. അങ്ങനെ ആ സംസാരവും കാര്യങ്ങളെല്ലാം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സുമിത്ര വീട്ടിൽ വന്നിരിക്കുന്നു. അപ്പോൾ പോയ കാര്യം എന്തായെന്ന് അറിയാൻ വേണ്ടി ചിത്ര അങ്ങ് വന്നു. ചിത്ര ചോദിക്കുവാണ് എന്തായി എന്ന്. അപ്പോഴേക്കും അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇവർ രണ്ടുപേരും കൂടെ ചിത്രയോട് പറയുക. ഇതിലെന്തോ ഒരു ചതി ഇല്ലേ ചേച്ചി എന്ന് ചിത്ര ചോദിച്ചപ്പോൾ, ചതി ഇല്ലേന്നോ? തീർച്ചയായും ചതിയുണ്ടെന്നും ഇതിൽ അവരെന്തോ ഒരു വലിയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നും ഏതോ ചതിപ്രയോഗത്തിലൂടെയാണ് ഈ സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുത്തിരിക്കുന്നതെന്നുള്ള കാര്യവും പറഞ്ഞു. ഒരിക്കലും പൂജമോൾക്ക് അവകാശപ്പെട്ട സ്വത്ത് അത് നഷ്ടപ്പെടുത്തി കളയാൻ ഞാൻ അനുവദിക്കില്ല. അവൾക്ക് അവകാശപ്പെട്ടത് അവൾ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും സുമിത്ര പറയാം. അതിനേതറ്റം വരെ പോകേണ്ടി വന്നാലും താൻ പോകുമെന്നും ഇതിനുള്ള പരിഹാരം കണ്ടെത്തും എന്നുള്ള കാര്യവും സുമിത്ര ഇങ്ങനെ പറഞ്ഞു. സുമിത്ര അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി വലിയ പ്രശ്നങ്ങൾക്കൊന്നും പോകരുതെന്ന് ഇവർ പറഞ്ഞു. ഇവർക്ക് പേടിയാണല്ലോ. ഞാനായിട്ട് ഒരു പ്രശ്നത്തിനും പോകുന്നില്ല, പക്ഷേ എൻ്റെ മുന്നിലേക്ക് പ്രശ്നങ്ങളുമായിട്ട് ആരെങ്കിലും വന്നാൽ അത് വിട്ടുകൊടുക്കാനും ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നും പറഞ്ഞ് സുമിത്ര ഇങ്ങനെ പറയുക. അപ്പോൾ സുമിത്ര ആ ഒരു തീരുമാനം എടുത്തേക്കുന്നത് തീർച്ചയായും വളരെ പ്രധാനമാണ് എന്നുള്ള കാര്യം ഇവർക്കെല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും സുമിത്രയ്ക്കും അല്ലെങ്കിൽ പൂജയ്ക്കും ഒരാപത്തും വരാതിരിക്കാനാണ് അവരിങ്ങനെ ഈ പിന്നോട്ട് വലിക്കുന്നത്. അങ്ങനെ ആ ഒരു ദൃഢപ്രതിജ്ഞ എടുത്ത് നമ്മുടെ സുമിത്ര അങ്ങനെ ഇരിക്കുന്നു. ഇതേ സമയത്താണ് പൂജമോളുടെ ജോലി നഷ്ടപ്പെട്ടതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവിടെ മൊത്തത്തിൽ എല്ലാവരും അറിഞ്ഞ് ആകെ സങ്കടപ്പെടുന്നത്. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന നമ്മുടെ സുമിത്ര കണ്ട് മോള് പൊട്ടിക്കരയുവാണ്. അപ്പോൾ സുമിത്ര ചോദിച്ചു, എന്താ കാര്യം, എന്താ എൻ്റെ മോളിങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ജോലിയുടെ കാര്യങ്ങളും ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ, എല്ലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാണ്. അപ്പോൾ സുമിത്ര മകളെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുക, മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട്. ഇതിനകത്ത് എന്ത് സംഭവിച്ചാലും എൻ്റെ മോൾക്ക് അല്ലെങ്കിൽ അമ്മയില്ലേന്ന് ചോദിച്ചു. പിന്നെ എന്തിനാ നീ ടെൻഷൻ ആവണേ എന്നൊക്കെ ചോദിച്ച് സുമിത്ര ഇങ്ങനെ പൂജയെ സമാധാനിപ്പിക്കുക. അപ്പോൾ അതും ചതിപ്രയോഗത്തിലൂടെ കളഞ്ഞതാണ് ഈ ജോലി, അവർ മനഃപൂർവ്വം കളഞ്ഞതാണെന്നുള്ള കാര്യം ഈ പൂജ നമ്മുടെ
സുമിത്രയോട് പറഞ്ഞു. അപ്പോൾ അവർ ചെയ്യാവുന്നതൊക്കെ ചെയ്തോട്ടെ, എൻ്റെ മോള് സത്യസന്ധമായിട്ടല്ലേ ജോലി ചെയ്തിട്ടുള്ളൂ, പിന്നെ എന്തിനാ മോള് വിഷമിക്കുന്നതെന്ന് പൂജയോട് സുമിത്ര ചോദിച്ചു. അമ്മേ, ഞാൻ ഇത്രയും ആത്മാർത്ഥമായി സത്യസന്ധമായി ജോലി ചെയ്തിട്ട് എന്നെ ഒരു കള്ളിയെപ്പോലെ ഇറക്കി വിട്ടത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ എന്നൊക്കെ പറഞ്ഞ് പൂജ ഭയങ്കര കരച്ചിലും കാര്യങ്ങളും. അങ്ങനെ സുമിത്രയുടെ ആ ഒരു സങ്കടത്തിന് നടുവിൽ ഈ പൂജയുടെ ഈ ഒരു അവസ്ഥയും കൂടി വല്ലാത്തൊരു ദുരിതം എന്നുള്ളൊരു കണക്കായി മാറി. അങ്ങനെ അവരും മൊത്തത്തിൽ ഡള്ളായിട്ട് അങ്ങനെ ഇരിക്കുക, സങ്കടം സഹിക്കാൻ മേലാതെ. ഏത് രീതിയിൽ പൂജയെ സമാധാനിപ്പിക്കും എന്നിവർക്ക് ആർക്കും അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ എല്ലാവരും ഇങ്ങനെ ആകെ നിരാശപ്പെട്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പൂജ മകളോട് പറയണം, എൻ്റെ മോൾക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം ഈ അമ്മ തിരിച്ചു പിടിച്ച് തരും, എൻ്റെ മോള് ടെൻഷൻ അടിക്കേണ്ട, വിഷമിക്കേണ്ട, അമ്മയല്ലേ ഉള്ളത്, അമ്മ നിൻ്റെ കൂടെയുള്ളപ്പോൾ നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്, നീ തോറ്റു പോകരുത്, നിന്നെ തോൽപ്പിക്കാൻ നോക്കിയവരുടെ മുന്നിൽ നീ ജീവിച്ച് കാണിക്കല്ലേ വേണ്ടത് എന്നിങ്ങനെ ചോദിച്ചു. ശരി, ആയിക്കോട്ടെ, അങ്ങനെ തന്നെ മുന്നോട്ട് പോകാമെന്ന് മോൾ അമ്മയ്ക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആരുടെയും മുന്നിൽ തോറ്റു പോകില്ലെന്ന് സുമിത്രയ്ക്കും വാക്ക് കൊടുത്ത് തൻ്റെ അമ്മയോടൊപ്പം പടപൊരുതാനായിട്ട് നമ്മുടെ പൂജയും അടിയുറച്ച് നിൽക്കുമ്പോൾ കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ അപ്പുവും ഉണ്ട്. അപ്പു ആണെങ്കിൽ പൂജയെ സമാധാനിപ്പിച്ച് മടുത്തു. കാരണം ജോലി പോയതിൻ്റെ ആ ഒരു സങ്കടത്തിൽ നിൽക്കുന്ന പൂജയെ അങ്ങനെ തള്ളിക്കളയാൻ അപ്പുവിന് കഴിയില്ലല്ലോ. അപ്പു വന്നിട്ട് കുറേ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ, നീ ഇങ്ങനെ ടെൻഷൻ ആവരുതെന്നൊക്കെ പറഞ്ഞ്. അപ്പോഴും അപ്പോട്ടാ ഞാനിനി എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചായിരുന്നു പൂജയുടെ സങ്കടം മൊത്തം. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ സുമിത്രയെ പ്രതിരോധിക്കാനും സുമിത്ര സത്യങ്ങൾ കണ്ടെത്താതിരിക്കാനുമായിട്ട് അവിടെ കിടന്ന് നെട്ടോട്ട് ഓടുവാണ് രഞ്ജിത, വക്കീൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച്. അപ്പോൾ വക്കീൽ കാര്യകാരണങ്ങൾ സഹിതം എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാം പറഞ്ഞ് ആ ഒരു ധാരണ പുള്ളിക്കാരിക്കുണ്ടല്ലോ, ആ ധാരണ വെച്ചിട്ട് എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം ഇരു ചെവി അറിയാതെ ഒതുക്കി തീർക്കുക എന്നുള്ള ഒരു ഇതിലാണ്. പ്രത്യേകിച്ച് സുമിത്രയുടെ ചെവിയിലെത്താതെ എങ്ങനെ ഒതുക്കി തീർക്കാൻ കഴിയുമെന്നുള്ളൊരു ഗവേഷണത്തിലാണ്. അതിന് വേണ്ടിയിട്ട് പരമശിവത്തിനെ കാണാൻ ചെല്ലുന്നു. അപ്പോൾ പരമശിവം ഒന്നും അല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. അവരെന്താണ് ആദ്യം ചെയ്യുന്നതെന്ന് നോക്കട്ടെ, അതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ പോരെ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അപ്പോൾ സുമിത്ര ഇന്നതൊക്കെ ചെയ്യും എന്ന് നമ്മുടെ ഈ രഞ്ജിത പറഞ്ഞെങ്കിലും സുമിത്ര അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. കാരണം സുമിത്ര എന്താണെന്ന് ഏതാണെന്നൊന്നും ഇയാൾക്ക് അറിയില്ല. ഇതിനകത്ത് ആരൊക്കെ എന്തൊക്കെയാണെന്നുള്ളതും ഇയാൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ സുമിത്ര എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള അത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇയാളിരിക്കുന്നു. പക്ഷേ അവിടുന്ന് വലിയ സഹായമോ കാര്യങ്ങളൊന്നും കിട്ടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആകെ ടെൻഷൻ അടിച്ച് ഓട്ടമായി രഞ്ജിത. ഓട്ടം എന്ന് പറഞ്ഞാൽ ഒരു 1.5 ഓട്ടമാണ്. അങ്ങനെ ആ ഒരു സംഭവങ്ങളും ഇങ്ങനെ അവിടെ നടക്കുന്നു. ഈ സമയത്ത് പങ്കജാണെങ്കിൽ പൂജയുടെ ജോലി തെറിപ്പിച്ചതിൻ്റെ ആ ഒരു ഇതിൽ ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുന്ന സമയത്താണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അപ്പോഴേക്ക് രഞ്ജിത മകനോട് ചൂടാവുക. നീ എന്തു ഭാവിച്ചാടാ, നീ എന്തറിഞ്ഞിട്ടാടാ ഈ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത്, നീ ഒറ്റൊരുത്തൻ കാരണം നീ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാവോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ. അപ്പോൾ ഇവർ തമ്മിൽ ആ ഒരു ഇതിലൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ ആകെ വല്ലാത്തൊരിതിലിങ്ങനെ മകൻ നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ അവസ്ഥ നിനക്കറിയാവോ, എങ്ങനെയാണ് അച്ഛനും അമ്മയും ഈ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്തു പോകുന്നത് എന്ന് ഓർത്തിരിക്കുമ്പോൾ നീ ഇങ്ങനെ ഓരോന്ന് ഒപ്പിച്ച് വെച്ചോടാന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നു മകനോട്. അമ്മ എന്തിനാ അതോർത്ത് ടെൻഷൻ ആകുന്നത്, അമ്മ അതോർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ആ പെണ്ണുപിള്ളേനെ അങ്ങ് കൊന്നു കളഞ്ഞാൽ കാര്യം തീർന്നില്ലെന്ന് ചോദിച്ചു. എന്ത് പറഞ്ഞാലും കൊല്ലണം, അതല്ലാതെ നിനക്ക് വേറൊന്നും അറിയില്ലേടാ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ എനിക്കതൊന്നും അറിയില്ല, അതുകൊണ്ടാണല്ലോ എനിക്ക് അറിയാവുന്ന കാര്യം പറഞ്ഞതെന്നും പറഞ്ഞ് അച്ഛനും മോനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും വഴക്കും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇനി സുമിത്രയുടെ മേൽ ഇവിടെ കിടന്ന് ഇനി അടിയും വഴക്കും ഉണ്ടാക്കിയിട്ട് കാര്യമില്ലെന്നും പറഞ്ഞ് അദ്ദേഹം തന്നെ പിന്നോട്ട് മാറുക. എന്തായാലും സുമിത്ര ഇപ്പോൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് ഇതെല്ലാം ചതിയാണെന്നും അതുപോലെ രോഹിത്തിൻ്റെ സ്വത്തുക്കൾ ഒരിക്കലും രോഹിത്ത് ആർക്കും തൻ്റെ മകള് അതുപോലെ താൻ ജീവൻ തുല്യം സ്നേഹിച്ച് തൻ്റെ മകള് ജീവിച്ചിരിക്കുമ്പോൾ വേറെ ഒരാൾക്ക് ചുമ്മാ കൊടുക്കുമെന്ന് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സുമിത്ര രണ്ടും കൽപ്പിച്ച് തന്നെ എല്ലാ സത്യങ്ങളും കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങുന്നു. രഞ്ജിത എന്ന് പറയുന്ന ആ ഒരു കുശുംബിയെ തകർക്കാനും. അപ്പോൾ ഈ ഒരു ദൗത്യം കഴിഞ്ഞാൽ അടുത്ത ദൗത്യങ്ങൾ സുമിത്രയ്ക്ക് ഇങ്ങനെ മാറി കിടക്കുക. നമ്മുടെ മക്കളെ കണ്ടുപിടിക്കണം, കൊച്ചുമക്കളെ കണ്ടുപിടിക്കണം, മരുമക്കളെ കണ്ടുപിടിക്കണം, അങ്ങനെ ഒരുപാട് ദൗത്യങ്ങൾ നമ്മുടെ സുമിത്രയുടെ മുന്നിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. എന്തായാലും സുമിത്രയ്ക്ക് വിഷയങ്ങൾക്ക് പഞ്ഞമില്ല. ഇനിയിപ്പോൾ ആ ഒരു രീതിയിലാണ് സുമിത്ര മുന്നേറാൻ പോകുന്നത്. സ്വത്തുക്കളെല്ലാം പൂജയുടേതായി കഴിയുമ്പോൾ നമ്മുടെ സുമിത്രയുടെ ആ ഒരു സ്ഥാപനമൊക്കെ കട്ടെടുത്ത ആ ഒരു അവസ്ഥയുണ്ടല്ലോ ഇവർ, അതും തിരിച്ചു പിടിക്കും. അങ്ങനെ എല്ലാം തിരിച്ചു പിടിച്ച് പഴയ പ്രൗഢിയിലേക്ക് നമ്മുടെ സുമിത്ര തിരിച്ചു വരും. അങ്ങനെ പഴയ പ്രൗഢിയിലേക്ക് സുമിത്ര തിരിച്ചു വരുമ്പോൾ ഒരു പക്ഷേ വേണ്ടപ്പെട്ടവരൊക്കെ സുമിത്രയെ തപ്പി വരാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ കഥ ഇനി അടുത്ത ആഴ്ചയിൽ വരാൻ പോണത്. എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സോ അഗൈൻ ടേക്ക് കെയർ, ബൈ.
അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൻ്റെ കാര്യം മറന്നു പോകരുതേ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്